ഹരിപ്പാട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു വയോധികനെ കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നത് മാത്രമല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നതുമാണ്. കാരണം ഈ കുട്ടികൾ എന്തിന് ഇതിന് ഇറങ്ങി പുറപ്പെട്ടു എന്ന് അന്വേഷിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നത് ഒരു വളരെ ഈ കുടുംബപരം നമ്മൾ ആ കുട്ടികൾ ഒരിക്കലും ന്യായീകരിക്കുകയല്ല, ഈ ഒരു വളർന്ന ചുറ്റുപാടുകൾ അത്ര നല്ലതായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഞെട്ടിപ്പിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെയൊക്കെ മനസ്സൊരുമാതിരി മരവിപ്പിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ളൊരു എന്താണ് അത്തരത്തിലൊരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. കാരണം നമുക്ക് ഒരു തരത്തിൽ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തന്നെ പലപ്പോഴും ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പലരും നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്ന് പറഞ്ഞതാണ്, ഇതിങ്ങനെ അങ്ങ് ഈ മൊബൈലിനായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പലപ്പോഴും ഇരുന്ന് ചോദ്യം അവിടെ ഇരുന്ന് ചർച്ച ചെയ്തൊരു ടോപ്പിക്കായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചൊക്കെ നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇങ്ങനെ ഫോണിന് വേണ്ടിയിട്ടും പണത്തിന് അങ്ങനെയൊക്കെ. കാരണം നമ്മളെയൊക്കെ നമ്മുടെ പേരൻസ് തല്ലിയപ്പോഴും അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തല്ലിയ സമയത്തേക്കുള്ള ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധ്യാപകരെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകന്മാരെ തല്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മികച്ച തല്ലുകാരനാണ് മികച്ച അധ്യാപകൻ അന്നത്തെ കാലത്ത്. മാത്രമല്ല നമ്മുടെ അച്ഛനമ്മയൊക്കെ ഈ സാറന്മാരെ വഴിവെച്ച് കാണുമ്പോൾ പറയുന്നത് അവൻ കുഴപ്പമുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ കൊടുക്കാനാണ് പറയുന്നത്. ഇന്നാണെങ്കിൽ കേസ് കൊടുക്കും അധ്യാപകൻ്റെ. അപ്പോൾ ആ കാലം മാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ തല്ലേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും ഈ പണ്ട് ഡോക്ടർ ജോൺസൺ ഉണ്ടല്ലോ, അദ്ദേഹം ഇംഗ്ലീഷിലെ ഡിക്ഷണറി രചിച്ച പ്രസിദ്ധനായ ഡോക്ടർ ജോൺസൺ, അദ്ദേഹം ഒരിക്കൽ കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ റോഡ് ഐ ഓണർ ദി ഫോർ ദൈ തൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വളരെ മര്യാദക്കാരെ നടന്നു പോകുന്നു, റോഡ് വടിയെ ഞാൻ ആദരിക്കുന്നു എന്നാണ്. കാര്യം ഒരു കുട്ടിക്കാലത്തെ തല്ലുകൊടുത്ത് വളർത്തിക്കൊണ്ട് ഒരു നേരെ പോയി എന്നുള്ള രീതിയിലാണ്. അത് ഇന്നത്തെ കാലത്ത് പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ പ്രസക്തമൊന്നും അല്ല. എങ്കിൽ പോലും ഈ കുട്ടികളുടെയൊക്കെ ഈ ജീവിതം എടുത്ത് നോക്കുമ്പോൾ വലിയ ആ പെൺകുട്ടിയെ 13 വയസ്സായ പെൺകുട്ടിയുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നമാണ് അവശേഷിക്കുന്നത്. അത് ആ കുട്ടിയുടെ മാത്രമല്ല, ആ കൂട്ടത്തിൽ നിന്ന് മറ്റ് പ്രതികളായിട്ടുള്ള കുട്ടികളുടേതും നമ്മൾ കൊല്ലാൻ വന്ന അവരെ ഫുൾ നമ്മൾ പറയുമ്പോൾ ഒരു നമ്മൾ ഈ ഫുൾ ട്രാജഡി എന്ന് പറയുന്ന ഒരു തരം അവസ്ഥയാണ്. അതിൽ ഒന്നാമനായിട്ടുള്ള ആ കുട്ടിയുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഡ്രൈവറാണ്, അമ്മ വീട്ടമ്മ. അതുപോലെ പെൺകുട്ടിയുമായി അടുപ്പമുള്ളത് ഈ ഒരു പയ്യനാണെന്നാണ്. +1 വിദ്യാർത്ഥിയാണത്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ അമ്മ തളർന്നു കിടക്കുകയാണ്, അച്ഛൻ കുടുംബവുമായി അകന്നു കഴിയുകയാണ്. അതുപോലെ ഈ പയ്യൻ തന്നെ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങൾ രണ്ടുപേർക്കും തൊഴിലില്ല. ഇവൻ മൂത്ത സഹോദരങ്ങളാണ്, അവർക്ക് ജോലിയില്ല എന്നൊന്നുമില്ല. ഇവൻ 10ൽ പഠിത്തം നിർത്തി. മൂന്നാമത്തെ സിറ്റുവേഷനും ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. അച്ഛൻ കൂലിപ്പണി, അമ്മയും സഹോദരനും ഉണ്ട്. അവൻ +2 പഠനം നിർത്തിയിട്ട് പെട്രോൾ പമ്പിൽ ജോലിക്ക് പോകുന്നതാണ് അവന്റെ സാഹചര്യം. ഇതേപോലെ തന്നെയാണ്. കാരണം അച്ഛനും അമ്മയും വേർപിരിഞ്ഞു കഴിഞ്ഞു. അമ്മ ഈ അടുത്തിടയ്ക്കാണ് രണ്ടാമത്തെ ഒരു വിവാഹം കഴിച്ചത്, വിദേശത്താണ്. അങ്ങനെ ബന്ധുക്കളെ വീടുകളിൽ മാറി മാറി കഴിയുകയായിരുന്നു എന്നുള്ളത്. അപ്പം അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് ചൂഷണങ്ങളൊക്കെ ഈ കൊച്ചുകുട്ടിയുടെ നേരെ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. ചൂഷണങ്ങൾ എന്നല്ല നമുക്ക് പറയാം. നമുക്കത് ഇപ്പം ആ ഒരു മരിച്ച മനുഷ്യനെ നമുക്കൊന്നും ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണെന്ന് നമുക്ക് ഇപ്പോഴും പൂർണ്ണ പറ്റില്ല. നമ്മള് എന്താണ് ഇത്തരം ഒരു ക്രിമിനൽ ഈ രീതിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന ഒരു സംഘത്തിന് സ്വാഭാവികമായിട്ട് അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കഥ മെനയുന്നതിൽ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അതിൽ ഉത്തരം നൽകേണ്ടത് പോലീസാണ്. പിന്നെ ഈ ഒരു ഇത്തരത്തിൽ ഇവർ ആസൂത്രണം നോക്ക് എത്ര കൃത്യമായിട്ടാണെന്ന്. വീടിന്റെ ഓട് ഇളക്കിയിട്ട് ഈ മനുഷ്യനെ തലയിൽ ഒരു കല്ലെടുത്തിട്ട് കൊല്ലാനാണ് ആദ്യം ഒരു പരിപാടി. വലിയൊരു കല്ലെടുത്ത് തലയിൽ ഇട്ട് കൊടുത്ത് കൊല്ലാനാണ് ആദ്യം പരിപാടി ഇട്ടതെന്നാണ്. ശരിക്കും ഓട് പൊളിച്ചപ്പോഴാണ് അറിയുന്നത് തട്ടുണ്ട്, ഈ മച്ച് ഉണ്ട്, തട്ടുംപുറം ഉണ്ടാവില്ല. അപ്പം തടിയാണ് താഴെ കാണുന്നത്. പിന്നെയാണ് അവർ അടുത്ത വീണ്ടും പ്ലാനിങ് മാറ്റുന്നത്. എന്നിട്ട് ഈ മനുഷ്യനെ ഈ അതിഭീകരമായിട്ട് തന്നെയാണ് കൊന്നിരിക്കുന്നത്. ഇത്രയും ചെറിയ കുട്ടികൾ ഇതിനൊക്കെ വേണ്ടി മനുഷ്യരെ ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വം വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ബോഡി കണ്ട അയൽക്കാർ പറഞ്ഞിട്ടില്ല, ഇത് ഏതാണ്ട് ഒരു കൊഞ്ചൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങാര് വളഞ്ഞാണ് അദ്ദേഹത്തെ കെട്ടിയിട്ടിരുന്നതെന്നാണ്, കഴുത്ത് ജനിച്ച് കൊന്നതെന്നാണ്. അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമുക്കൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സും അത്ര ഒരു അസ്വസ്ഥമായതിൻ്റെ ഒരു കാര്യം. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തത് എന്താ, നമ്മുടെ ഈ ചെറുപ്രായത്തിൽ നമുക്കിതൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ അത്തരം ഒരു പ്രായത്തിലുള്ള വിദ്യാർത്ഥി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ഇത് തന്നെയാണോ എന്ന് വിശ്വസിക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു കാര്യം അതായത്. മാത്രമല്ല പിന്നെ ജസ്റ്റിനെ കഴിഞ്ഞ കുറേ നാളുകളായി, ഇന്നലെ തന്നെ നോക്ക് തൊടുപുഴ മറ്റോ ഒരു അമ്മയും മകൻ കൊന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ അച്ഛനും അമ്മയും കൊല്ലുന്ന മക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിലിടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം കണക്കെടുത്തു കേരളത്തിലെ കൊലപാതകങ്ങൾ എടുക്കുമ്പോൾ അതിൽ
കുറേയെങ്കിലും ഒക്കെ തന്നെ ഈ മക്കൾ അച്ഛനും അമ്മയും കൊന്നതാണ്. അത് അറിയപ്പെടുന്ന രീതിയിൽ രഹസ്യമായി കൊന്നു കളഞ്ഞാണോ എന്ന് അത് തെളിയിക്കപ്പെടാതെ സ്വാഭാവിക മരണമാണോ വരുത്തി നിർത്തണോ നമുക്കറിയില്ലെങ്കിൽ പോലും കുറേ കൊലപാതക കേസുകളിൽ തന്നെയാണ് മക്കളെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ നാട്ടിലെ ലഹരിയൊക്കെ ഒരുപക്ഷെ അതിന് കാരണമായി. ഈ പിള്ളേർ ലഹരി ഒരാളാണോ നമുക്കറിയില്ല എങ്കിൽ പോലും ഇവരെല്ലാവരും വളരെ അവനവൻ്റെ കാര്യം നോക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. എനിക്ക് എനിക്ക് സൂചിക്കണം അത്രേ ഉള്ളൂ. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാരണം ഈ പലയിടങ്ങളിലും ഈ അവനവനിലേക്ക് മാത്രം ഒതുങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു സാമൂഹ്യ ബന്ധമില്ലാതായി പോകുന്നത്. ഈ ഒരു സന്ദർഭമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് അറിയത്തില്ല. എന്നാലും കുട്ടിക്കാനം കോളേജിലെ ഒരു മുൻ പ്രിൻസിപ്പൾ ആയിരുന്ന ഡോക്ടർ റൂബിൾ രാജ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വിദ്യാർത്ഥികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്തെക്കുറിച്ചൊക്കെയുള്ള അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിലൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഒരു അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ വഴിയിൽ ബഹളം കണ്ട് ഇതുപോലെ ആളുകൾ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പം ഈ കുട്ടി അദ്ദേഹം അവിടെ നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്, ഇന്നടത്തെ മോനല്ലേ, നീ ഇവിടെ കാണണ്ട, പൊക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ അത്തരത്തിലൊരു അദ്ദേഹം വളർന്നു വന്ന ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു കരുതൽ ഉള്ള അനുഭവത്തിൽ നിന്നാണ് വളർന്നു വന്നതെന്ന് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു. ഈ സന്ദർഭത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ കുട്ടികളെയൊക്കെ തന്നെ അവരുടെ വീടുകളിൽ നിന്നുള്ള ആ ഒരു കരുതൽ തന്നെ പോയി കഴിഞ്ഞു. ഇത് പലപ്പോഴും ഇപ്പം നമ്മുടെ ഈ ഇടയ്ക്കേണ്ട ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രി ഇറങ്ങി കൂട്ടുകാരുടെ ഓടിയ കഥ വീട്ടുകാർ പോലും അറിഞ്ഞില്ല. അതുപോലെ ഇടയ്ക്ക് കണ്ണൂരിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് വന്നിട്ട് 2 14 വയസ്സുള്ള പെൺകുട്ടികൾ അവരെ വീട്ടിൽ താമസിച്ചുകൊണ്ടൊന്ന് പീഡിപ്പിച്ചു. ഒരു പെൺകുട്ടി വീട്ടിൽ താമസിച്ച് പീഡിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവളെ കൂട്ടുകാർ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു. 3ാമത് ഒരു കുട്ടിയെ കൂടെ പീഡിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു. അപ്പോൾ ഈ വീട്ടുകാരെ ഈ പിള്ളേരെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര ക്ലോസ്ഡ് ക്യാരക്ടേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടത്. അവനവൻ്റെ മുറി കയറി എല്ലാവരും ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഒരു 1.5 വയസ്സുള്ള കുഞ്ഞ് ട്രെയിൻ തട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ആലപ്പുഴയിൽ ആ സംഭവം ഉണ്ടായല്ലോ. നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഈ കുട്ടി ആരും ശ്രദ്ധിച്ചില്ല. വീട്ടിലുള്ള ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ് ആ വീട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു വല്ലാത്ത ഒരു പ്രത്യേക ജീവിത രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളെല്ലാവരും ഈ ക്ലോസ്ഡ് സൊസൈറ്റികളായി മാറുകയാണോ, അടച്ചിട്ട സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ക്രിമിനൽ വാസന വളരെ കൂടുതലായിരിക്കും. ഒന്നും പറയില്ല, തുറന്നു പറയില്ലല്ലോ. നമ്മുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് നമ്മൾ അച്ഛനമ്മ അടുത്ത് നമ്മൾ പറയും. ഞാനതാണ് ഇപ്പോൾ ആ അധ്യാപകന്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം പറഞ്ഞ ഒരു ഉദാഹരണം അതായിരുന്നു. നമ്മളൊക്കെ പണ്ടാണേലും നമ്മൾ ഒരിടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവൻ ഇന്നടത്തെയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർ നമ്മുടെ വീട്ടിൽ പറയും, ഇത് ഇവരറിയും. അങ്ങനെ ആ ഒരു പേടി നല്ലതായിരുന്നു. എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നല്ലതായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അത്തരത്തിലൊരു പേടിയും അത്തരത്തിൽ ഈ വഴക്ക് പറയാം അതൊക്കെ വളരെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറയെ നമ്മൾ ഈ രീതിയിൽ നോക്കാൻ പോയി കഴിഞ്ഞാൽ നീ ആരാടാ അത് ചോദിക്കാൻ എന്നുള്ള ഒരു ചോദ്യമേ വരും. അത് മാത്രമല്ല ഇത് അമ്മാവൻ സിൻഡ്രോം ആണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇനി നമ്മൾ ഏതുവരെ പോകും നമ്മളെ വീട്ടുകാർക്ക് അറിയാം. നമ്മൾ ചാടി ഏതുവരെ ചാടും എന്നുള്ള അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാരണം എല്ലാവരും കയ്യിലും മൊബൈലുണ്ട്. ഈ ഒരു ഉപകരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഗുണകരമായി എത്രയോ കാര്യങ്ങൾ മാറ്റുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് അപരിതന്മാരെ പരിചയപ്പെടുന്നവർ ഈ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ പരിചയപ്പെടുന്നു. ആരെന്ന് പോലും അറിയാൻ പാടില്ല. അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ കണ്ടില്ലേ ആ സോഷ്യൽ മീഡിയയിലെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ക്രിമിനൽ നടപടികളിലേക്ക് പോയി എത്രയോ പേരുണ്ട്. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മുതിർന്നവരായിട്ടുള്ള അന്നത്തെ എൻ്റെ അപ്പച്ചനും അമ്മച്ചി അങ്ങനെയുള്ള വലിയവരൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട്. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ തന്നെ നമ്മളോട് എത്ര കളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ തരുന്ന മിഠായി ഒന്നും പെട്ടെന്ന് വിശ്വസിച്ച് വാങ്ങരുത് എന്നുള്ളൊരു, കാരണം അക്കാലത്തൊക്കെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന വാർത്തകളൊക്കെ കേട്ടിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഈ മയക്ക് മരുന്ന് ചേർത്തപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ആളെ പറ്റിച്ച് മോഷണം നടത്തുന്ന എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. നമ്മളാൾക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതെ, അപ്പോൾ അന്ന് അത്രയും ഒരു ഉപദേശങ്ങൾ തന്ന അവരുടെ ആ ഒരു ഉപദേശം നമ്മൾ ഇങ്ങനെ ചെവിക്കൊള്ളുമായിരുന്നു. ഇന്നിപ്പം നമ്മൾ ഇത് പറഞ്ഞ പോലെ പരിചയമില്ലാത്തവരോട് ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കേരള പോലീസിൻ്റെ മികവാണ്. ശരിക്കും പിണറായി പോലീസിൻ്റെ ആ ക്ലച്ചസ് അങ്ങ് വിട്ട് ചെന്നിത്തല പോലീസിലേക്ക് വന്നപ്പോഴത്തേക്ക് അവരെത്ര 24 മണിക്കൂറുകൊണ്ട് അവർ സംഭവം പ്രതികളെ പിടിച്ചു. ഇതിൽ പ്രതികളെ പിടിക്കാൻ ഇടയാക്കിയ വേറൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി യൂണിഫോം ഇട്ട് ഓണപരീക്ഷയ്ക്ക് പോകാൻ തയ്യാറെടുത്താണ് പോലീസിന് സംശയം തോന്നിച്ചത്. കാരണം ഇത്ര ഒരു സിറ്റുവേഷനിൽ അതിന് വിചിത്രമായിട്ട് പെരുമാറുമ്പോഴത്തേക്കും പരീക്ഷ പോകണമെന്നുള്ളത് മാത്രമല്ല നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയക്കാരൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അവർ ജോലി ചെയ്യും. ഈ DIG എല്ലാവരും ആ ഉന്നതര ഉദ്യോഗസ്ഥരെല്ലാവരും എന്താണ് അവരൊക്കെ നേരിട്ട് വന്ന് അവിടെ നിന്ന് പരിശോധിക്കും. ഡോഗ് സ്ക്വാഡ് വരുന്നു. അവരങ്ങനെ 1, 2, 3 എന്ന്
പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഈ പെൺകുട്ടി ആദ്യം റെസിസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ആദ്യം ഒന്നും അറിഞ്ഞിടാന്നുള്ള ഭാവം എടുത്തെങ്കിലും പിന്നീട് ഒരു വനിതാ സർക്കിൾ ഇൻസ്പെക്ടർ മറ്റോ ചോദ്യം ചെയ്തപ്പോഴാണ് കൃത്യമായിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പോലീസുകാർക്ക് ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനുള്ള വഴി അറിയാമല്ലോ. ഗ്രീഷ്മ വിഷയം നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷം വരെ കരഞ്ഞു ഓടിയ ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിടത്ത് ചോദ്യം ചെയ്യലാണ് ഗ്രീഷ്മ കുടുങ്ങിയത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവർ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കൊരു വലിയ അഭിമാനകരമായ നേട്ടമാണ് ഒരു പിടിച്ചെന്നുള്ളത്. ഒരു കുട്ടി കുറ്റവാളികളാണ് എങ്കിൽ പോലും ഇവർ വളരെ മുതിർന്ന ക്രിമിനലുകളെ പോലെ തന്നെ പെരുമാറിയത്. മാത്രമല്ല ഇവർ ഈ ചെയ്ത കുറ്റം മുതിർന്നവർ ചെയ്ത കുറ്റമായി തന്നെ കണക്കാക്കണമെന്ന രീതിയിലേക്ക് പോലീസ് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയും ഗുരുതരമായ തെറ്റല്ലേ ഇവരെ ഭാഗത്ത് ഉണ്ടായത്. മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യം, ഇവർക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്തതിനാൽ തന്നെ ഒരുപാട് വലിയ ശിക്ഷകൾ ലഭിക്കാൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ അന്ന് നിർഭയ സംഭവമായി ബന്ധപ്പെട്ട് അതിൽ ആ കുട്ടിയെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു കുട്ടിയായിരുന്നു, ഒരാളായിരുന്നു ആ കൊല്ലാൻ ഇടയാക്കിയത്. അത്രയും ഭീകരമായിട്ട് ആ പയ്യനെ ആ സ്ത്രീ ആക്രമിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് അന്ന് അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇത്തരം നിയമങ്ങളിൽ വലിയ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. പ്രായപൂർത്തിയാകാത്തവൻ ഇങ്ങനെ ഇത്തരം ക്രൂരകൃത്യം ചെയ്താൽ അതിനെ പ്രായപൂർത്തിയായവർ ചെയ്തതായിട്ട് തന്നെ കണക്കാക്കാവുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പില്ല. എങ്കിൽ പോലും അങ്ങനെ അല്ലെങ്കിൽ പോലും ആ രീതിയിലേക്ക് നിയമം കൊണ്ടുവരണം. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് വലിയ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ തന്നെ അധികം വൈകാതെ തന്നെ ഇവർ പിന്നെയും സോഷ്യലി ഇടപെടുന്ന രീതിയിലേക്ക് വരും. അന്ന് ഇവരുടെ ചുറ്റുപാടുള്ള അവസ്ഥ എന്താകും, ഇവരുടെ മാനസികാവസ്ഥ എന്താണ്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയാണ്. ഏതായാലും ഇത് നമ്മെ ഞെട്ടിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ കേരള പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ പോലീസ് കൂടുതൽ അക്കാര്യത്തിൽ കൂടുതൽ താല്പര്യമെടുത്ത് കാണുമായിരിക്കും. എന്താണെങ്കിലും ഈ നമ്മുടെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേരളത്തിലെ വീടുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം.